എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ടൊമാറ്റോ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ടൊമാറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചട്നിയും ടൊമാറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറി. അതായത് നമ്മളുടെ ദോശയ്ക്കും ഇഡലിക്കും ചോറിനും പറ്റിയ തരത്തിലുള്ള ചട്നിയും ഉണ്ടാക്കാം, ഒഴിച്ചു കറിയും ഉണ്ടാക്കാം. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൊമാറ്റോയും സവാളയും മെയിനായിട്ട് ഇത് രണ്ടും മാത്രം മതി. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും ഉണ്ടാക്കാം, ഒഴിച്ചുകറി ഉണ്ടാക്കാം. നമ്മൾ ഈ ശരവണ ഭവനിലൊക്കെ പോകുമ്പോൾ അവർ ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ ഒരു റെഡ് കളറിലൊരു ചട്നി തരില്ലേ, അത് ടൊമാറ്റോ ചട്നിയാണ്. അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്ന് രാവിലെ ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ആ ദോശയ്ക്ക് ഞാൻ ഈ ചട്നിയാണ് ഉണ്ടാക്കിയത്, ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചട്നി പൗഡറൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇതിന് മെയിനായിട്ട് ഇതാണ്. സാധാരണ നമ്മൾ തേങ്ങ അരച്ച് കലക്കി ഒരു ചട്നിയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കിയത്. അതുപോലെ ലഞ്ചിന് ഈ ടൊമാറ്റോ ഒഴിച്ചു കറി ഉണ്ടാക്കി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ആദ്യം തന്നെ ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയത്. ഒരു ടൊമാറ്റോയും ഒരു സവാളയും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു. കുറച്ച് ഉഴുന്ന്, അതായത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ഈ ചട്ടിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു ബ്രൗൺ നിറമാക്കി. ഒരുപാട് കരിഞ്ഞു പോരുത്, ചെറുതായിട്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു 4 or 5 ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തത്, അതും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചീനച്ചട്ടി തന്നെ വെച്ചാൽ മതി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, അതാണ് ടേസ്റ്റ്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനിയും ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചെറുതാക്കണമെന്നില്ല. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സവാള. ഒരു സവാള എടുത്തിട്ടുണ്ട്. അത്ര വലുതല്ല, ഒരു മീഡിയം സൈസാണ്. അത് ഒരുവിധം അത്ര തീരെ ചെറുതായിട്ടൊന്നുമല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ബാക്കി ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മളുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും തീരെ പൊടിയായിട്ടൊന്നും അല്ല അരിഞ്ഞിരിക്കുന്നത്, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തു. കണ്ടില്ലേ, നല്ലതുപോലെ ഇളക്കി അത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനിയും ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചെറിയ ജാറിലേക്ക് നേരത്തെ നമ്മൾ മുളകൊക്കെ ഇട്ട് കൊടുത്തിരുന്നില്ലേ, അതിലേക്ക് ഈ കൂട്ടും കൂടി ഇട്ട് കൊടുത്തു. ഇനിയും ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല, കാരണം കാശ്മീരി മുളക് തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ മതി നല്ല എരിവുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്തുകൊണ്ട്. ഇപ്പം നമ്മളുടെ ഈ കൂട്ട് നല്ല ചൂടോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചേർത്തത് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. എന്നിട്ട് മിക്സിയിലിട്ട് തണുത്ത് കഴിയുമ്പോൾ, അധികം ചൂടോടുകൂടി തന്നെ അരയ്ക്കേണ്ട, കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റി. കണ്ടില്ലേ. ഇനിയും ഇതിലേക്ക് വേണമെങ്കിൽ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/4 കപ്പ് കുറച്ച് വെള്ളം മാത്രം കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ചേർത്ത് കൊടുത്തു. ഇനി എന്താ, ചട്നി റെഡിയാണ്. ഇനി ഇതിലേക്കൊരു താളിപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. മിക്സിയുടെ ജാറ് കഴുകിയെടുത്തത് നല്ല തിളപ്പിച്ച ആറിയ വെള്ളമാണ് കേട്ടോ.
ഇനി താളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വെച്ചാൽ മതി. ചട്നി തയ്യാറായി. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. ഇനി ഒഴിച്ചുകറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി വയ്ക്കാം. അരക്കപ്പ് തേങ്ങ, അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു. മിക്സിയുടെ ചെറിയ ജാറിലാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അരച്ചെടുക്കണം. ഒരു ചെറിയ ബൗളിലേക്ക് ഒരു വളരെ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. നമ്മുടെ തേങ്ങാക്കൂട്ട് നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ കുറച്ച് അരഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളക്, ഞാനൊരു വലിയ പച്ചമുളക് തന്നെ, നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് അരച്ചു കൊടുക്കണം. മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ല കഴുകി ഒക്കെ നല്ല അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും, ചെറിയ പച്ചമുളകാണിത്. വെളുത്തുള്ളി ഒരു 3 അല്ലിയേ ഞാൻ എടുത്തുള്ളൂ. ഒരുപാട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചേ വെളുത്തുള്ളി എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള, ഇത് നീളത്തിലരിഞ്ഞാണ്, അധികം കനമില്ലാതെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പകുതി സവാളയെ എടുത്തിട്ടുള്ളൂ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ തക്കാളി കഷ്ണങ്ങൾ ചെറുതായിട്ട്, ഒരുപാട് വലിയ കഷ്ണങ്ങളല്ല, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചു. അപ്പോൾ ഇളക്കണ്ട. അതിനുശേഷം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും തക്കാളിയുടെ കഷ്ണങ്ങൾ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി അടച്ചു വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു 1/4 ടീസ്പൂൺ. അതുപോലെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് ഇളക്കി. ചെറിയ ചൂടിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്താലും മതി. എന്നിട്ടൊന്നും കൂടി ഇളക്കി കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് തക്കാളിയുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പുളി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അത് പിഴിഞ്ഞുള്ള അതിൻ്റെ ആ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ കുറച്ച് പുളിയും കൂടെ വേണം. തക്കാളിയുടെ ഒരു പുളി, ഒരു ചെറിയ പുളിയേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ പുളിയൊക്കെ ഈ കഷ്ണങ്ങളിൽ പിടിച്ച് നല്ലതുപോലൊന്ന് റെഡിയായി കിട്ടണം. കണ്ടോ, ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. കണ്ടോ, അടച്ചു കൊടുത്തു. അപ്പോൾ നല്ല കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിക്ക് ഇപ്പോഴധികം വേവൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നല്ലോ നേരത്തെ തന്നെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജാറ് കഴുകിയ വെള്ളവും കൂടി ചേർക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊന്ന് കുറുകിയിരിക്കുന്നതാണ്, അതാണ് ടേസ്റ്റ്. അപ്പോൾ അധികം ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉള്ള ഒരു ഗ്രേവിയോട് കൂടിയാണ് തയ്യാറാക്കുന്നത്. ഇനി ഒന്ന് തിളച്ച് വന്നാൽ മതി, കറി റെഡിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു കടുക് വറുത്ത് ഇട്ടാൽ മതി. ഒരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി നല്ലതുപോലെ നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
ടൊമാറ്റോ ചട്നിയും ടൊമാറ്റോ കറിയും രണ്ടും റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ.